വെൽക്കം ടു എജുപോർട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആനുവൽ എക്സാമിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുറേ പേര് ടെൻഷൻ അടിക്കുന്നുണ്ടാവും അല്ലേ, എന്താ മിസ്സേ ഇപ്പോൾ എക്സാമിന് പഠിക്കുക, എന്തൊക്കെയാണ് എഴുതാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന ഒരു ഫിൽമി ലേഖ ഉണ്ടല്ലേ നമുക്ക് പഠിക്കാനായിട്ട്. ഫിലിമിൻ്റെ ഒരു റിവ്യൂ പോലത്തെ ഒരു ചെറിയ ലേഖനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ജന്നത്ത് കി ബച്ചി വിവേക് മെഹത്ത എഴുതിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ. आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत की बच्ची नामक ईरानी फिल्म का प्रदर्शन होने वाला है. इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന ഇറാനി സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് പോവാണ്. ഇസ്കെ ലിയേ പോസ്റ്റർ തയ്യാർ കരേ, ഇതിന് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ, വെരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് ഒരു ബോക്സ് വരയ്ക്കണം, വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോസ്റ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ബോക്സ് വരച്ചിട്ട് തന്നെ വേണം എഴുതാൻ, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റർ വരയ്ക്കുമ്പോൾ എപ്പോഴും എക്സാമിന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അല്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റിന് പിശുക്കൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ആൻസർ ഷീറ്റൊക്കെ ഇഷ്ടം പോലെ എടുത്ത് നല്ല ഗംഭീരമായിട്ട് നല്ല ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് തന്നെ എക്സാമിന് എഴുതണം. അപ്പം നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ അവസാനത്തെ 3-4 ലൈനിലൊന്നും പോയിട്ട് ബോക്സ് വരച്ച് വെക്കരുത്. ഓക്കെ, നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഒരു പേപ്പറിൻ്റെ ഒരു പകുതി ഭാഗവും നല്ല ഭംഗിയിലൊരു ബോക്സ് ഒക്കെ വരച്ചതിന് ശേഷം എഴുതുക. അപ്പോൾ നോക്കിക്കോളൂ. ഹിന്ദി ക്ലബ് കെ നേതൃത്വ മേ ജന്നത്ത് കി ബച്ചി ഇറാനി ഫിലിം കാ പ്രദർശൻ സ്കൂൾ സഭാഗൃഹ മേ സമയ സുബഹ 10 ബജെ ആപ് സബ് കാ സ്വാഗത് ഹെ. സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെ കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ആരുടെ നേതൃത്വത്തിലാണ്, എന്താണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, ഏത് ദിവസമാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് ആപ് സബ് കാ സ്വാഗത് ഹെ, നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി റെഡി ആയി കഴിഞ്ഞു അല്ലേ, അടിപൊളിയായിട്ടുള്ള പോസ്റ്റർ റെഡിയായി. അപ്പോൾ നോക്കിക്കോളൂ. ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന ഇറാനി സിനിമയുടെ പ്രദർശനം നടക്കുകയാണ്. സ്കൂൾ സഭാഗൃഹമേ അല്ലെ, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. സമയം കൊടുത്തിട്ടുണ്ട് ആൻഡ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റർ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദിച്ചാലും ഈസി ആയിട്ട് ബോക്സ് വരച്ചിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല അല്ലെ, ഡേറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക, ഇഷ്ടമുള്ള സമയം കൊടുക്കുക, ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് ആരാണ് അല്ലെ, സ്കൂളിലാണ്, അതുപോലെ തന്നെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ്, ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന ഇറാനി സിനിമയുടെ പ്രദർശനമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. സിമ്പിൾ ആയിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് വാങ്ങാനും പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫിലിം പ്രദർശനി കേ ലിയേ ഉദ്ഘോഷണ തയ്യാർ കരേ. ഉദ്ഘോഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനൗൺസ്മെന്റ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുപോലെയുള്ള ഒരു ഉദ്ഘോഷണം, ഒരു അനൗൺസ്മെന്റ് എഴുതാനാണ് നോക്കാം. അപ്പൊ അനൗൺസ്മെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉചിത സംബോധൻ ഹെ, ഉചിതമായിട്ടുള്ള ഒരു സംബോധന അല്ലെ. സംബോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാളെ സംബോധന ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രിയപ്പെട്ട നാട്ടുകാരെ അല്ലെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ കാര്യങ്ങൾ വിഷയക്ക് സൂചന ഹെ, എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. സംക്ഷിപ്തത ഹെ അല്ലെ, സംക്ഷിപ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് വാക്കുകളിൽ വേണം നമ്മൾ ഉദ്ഘോഷണം പറയാനായിട്ട്. ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുകൾ വലിയ എസ്സേ ഒന്നും പറയാറില്ലേ, പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ പറയാറുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സംക്ഷിപ്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവണം, അനൗൺസ്മെന്റ് കൊടുക്കണം. ഓക്കെ, ഇനി നോക്കൂ. പ്രിയ വിദ്യാർത്ഥിയോ അല്ലെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹമാരി സ്കൂൾ മേ ഹിന്ദി ക്ലബ് के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. स्कूल सभागृह में सुबह 10 बजे ही इसका प्रदर्शन आयोजित है. आप सबकी भव्य उपस्थिति आमंत्रित है. സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സെന്റൻസുകളായിട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. പ്രിയ വിദ്യാർത്ഥിയോ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹമാരി സ്കൂൾ മേ, നമ്മുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ് കെ നേതൃത്വം, ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്നത്ത് കി ബച്ചി നാമക് ഇറാനി ഫിലിം കാ, ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന ഇറാനി സിനിമയുടെ പ്രദർശൻ ഹോനെ വാലാ ഹെ, പ്രദർശനം നടത്താൻ പോവുകയാണ്.
സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സുബഹ 10 ബജെ ഹി രാവിലെ 10 മണിക്ക് പ്രദർശൻ ആയോജിത് ഹേ ഇതിനെ പ്രദർശിപ്പിക്കാൻ ആലോചിക്കുകയാണ്. ആപ് സബ്കി ഭവ്യ ഉപസ്ഥിതി ആമന്ത്രിത് ഹേ നിങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട് വെൽക്കം ചെയ്യുന്നു അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ആമന്ത്രിത് ഹേ നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. ഉപസ്ഥിതി എന്ന പ്രസൻസ് അല്ലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വരിക എന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് അനൗൺസ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലെ സംബോധന എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ കൂട്ടുകാരെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ തന്നിട്ടുള്ള കാര്യങ്ങൾ ടോപ്പിക് എന്താണോ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത് അനുസരിച്ച് എഴുതാം. സിമ്പിളാണ്. ഉദ്ഘോഷണം ചിലപ്പോൾ എഴുതാൻ ചോദിക്കാം. അപ്പോൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ. ഓക്കെ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. വാർത്താലാപ് നോക്കാം കേട്ടോ. അലി അപ്നി ബഹൻ കി ജൂത്തെ ഖോക്കർ ഘർ ആയാ ഹെ. അലി അവൻ്റെ ബഹൻ്റെ അവൻ്റെ സഹോദരിയുടെ ജൂത്തെ ഖോക്കർ ചെരുപ്പ് നഷ്ടപ്പെടുത്തിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അലി और ജാഹ്റ के बीच में जो वार्तालाप हुई उसे तैयार करें. അപ്പോൾ നമ്മളോട് പറയാണ് അലിയും അതുപോലെ ജാഹ്റയും തമ്മിലുള്ള കോൺവെർസേഷൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ഒരു കോൺവെർസേഷൻ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. ജാഹ്റ ഭയ്യ തും കബ് ആയാ. ഭയ്യ ചേട്ടാ നീ എപ്പോഴാണ് വന്നത്? അലി മേ അബി ആയാ ഹോ ഞാനിതാ ഇപ്പൊ വന്നതേ ഉള്ളൂ. ജാഹ്റ ക്യാ ഹുവാ തുമാരെ ചെഹരെ ക്യോ ഇतना ദുഃഖി ഹോ. ക്യാ ഹുവാ എന്തു പറ്റി? തുമാരാ ചെഹറ ക്യോ ഇത്തിരി ദുഃഖി ഹോ നിന്റെ മുഖം എന്താ എത്ര സങ്കടമായിട്ടിരിക്കുന്നത്? കുച്ച് നെഹി ഒന്നുമില്ല എന്ന് പറഞ്ഞ് കള്ളം പറയാണല്ലേ. കുച്ച് നെഹി എന്ന് പറഞ്ഞു. ജാഹ്റ ഭയ്യ മേരാ ജൂതാ കഹാ ഹൈ. ചേട്ടാ എന്റെ ചെരുപ്പ് എവിടെ? अली बहन घर आते समय मेरे हाथ से वे कहीं पर खो गए. ബഹൻ അനിയത്തിയിലെ എടി എന്നൊക്കെ പറയില്ല നമ്മൾ. ഘർ ആത്തേ സമയം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മേരെ ഹാത്ത് സേ വേ കഹീ പർ ഖോ ഗയേ എൻ്റെ കയ്യിൽ നിന്ന് അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഓ ഭയ്യ മേ ക്യാ കരു. അയ്യോ ചേട്ടാ ഞാൻ ഇനി എന്ത് ചെയ്യും അല്ലേ. മേ ക്യാ കരു ഞാൻ എന്ത് ചെയ്യും. അലി ദുഃഖി മത് ഹോ ബഹൻ നീ സങ്കടപ്പെടില്ലേ അല്ലേ നീ സങ്കടപ്പെട്ടില്ലേ എന്ന് പറയാം. അപ്പൊ ഭയ്യ യേ ബാത് ജാൻകർ അമ്മി അബ്ബു തുമേ ഓ ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും നിന്നെ എന്തായാലും ചീത്ത വിളിക്കും. അലി ഓ മേ ക്യാ കരു അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പൊ സാറ പറയാണ് കൊയ് ബാത് നെഹി ഭയ്യ മേ ऐसे किसी को भी नहीं बताऊंगी. കുഴപ്പമില്ല ചേട്ടാ ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. ഓക്കെ അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള വാർത്താലാപാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വാർത്താലാപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്താലാപ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. 5th മുതൽ 12th വരെ നോക്കിക്കഴിഞ്ഞാൽ വാർത്താലാപ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്ന വാർത്താലാപുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു ഭാഗം മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ. ലേഖക് और സമീർ के बीच में हुई बातचीत तैयार करें. ഇതുപോലെ തന്നെ ലേഖകനും സമീറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. നോക്കിക്കോളൂ. സമീർ ക്യാ ഹുവാ ക്യോ ഇതനെ പരേശാൻ ഹോ. ക്യാ ഹുവാ എന്തു പറ്റി അല്ലേ എന്തു പറ്റി. ക്യോ ഇത്രേ പരേഷാൻ ഹോ എന്തുകൊണ്ട് ഇത്ര ടെൻഷൻ അടിച്ചല്ലേ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ലേഖകൻ പറയാണ് മേരാ പെൻ തോ ഖരാബ് ഹോ ഗയാ എൻ്റെ പെൻ എന്ത് ചെയ്തു നശിച്ചു പോയി അല്ലേ മോശമായിട്ട് പോയി. സമീർ മേരെ പാസ് തോ എക് ഹി പെൻ ഹേ എൻ്റെ കയ്യിൽ ഒരു പെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ലേഖകൻ ക്യാ കരു ടീച്ചർ അഭി ക്ഷുദ്ലേക്ക് കെലി ആയേങ്ക ഇപ്പം ടീച്ചർ വരുമല്ലോ അല്ലെ എന്ത് ചെയ്യും എന്ന് പറയാം. അപ്പം സമീർ പറയാണ് കൊയ് ബാത് നെഹി മേ തുമേ മേരാ പെൻ ദൂക പ്രശ്നമൊന്നുമില്ല ഞാൻ നിനക്ക് എൻ്റെ പെണ്ണ് തരാം. അപ്പം ലേഖകൻ പറയാണ് പർ ഏക് ഹി പെൻ ഹേ സേ കേസേ പക്ഷെ എങ്ങനെ നമ്മൾ ഒരു പെണ്ണ് കൊണ്ട് എങ്ങനെയാ എഴുതുക. അപ്പോൾ സമീർ പറയാണ് മേ ഏക് ലൈൻ ലിഖൂ ദൂസരി ബാർ തുമേ ഞാനൊരു വരി എഴുതാം പിന്നെ നീ എഴുതിക്കോ. അപ്പം ലേഖകൻ പറയാണ് യേ ഏക് അച്ഛാ തർക്കിബ് ഹേ ധന്യവാദ് സമീർ ഇതൊരു വലിയ നല്ല ഐഡിയ ആണ് താങ്ക് യു സമീർ. ഇപ്പോൾ കോൺവെർസേഷൻ എഴുതാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ട് രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുകയായിരിക്കും അതിനുള്ള ആൻസർ പറയായിരിക്കും അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഒരാൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ വാർത്താലാപ് റെഡിയാണ്. ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ ഇനി നോക്കിക്കോളൂ. നമുക്ക് ഇതുപോലെ സൂചനകൾ തന്നിട്ട് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. നോക്കിക്കോളൂ. ദിയേ ഗയേ സൂചനാओं के आधार पर हिंदी साहित्यकार വിവേക് മെഹ്താ के बारे में लिखिए. നമുക്ക് തന്നിട്ടുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവേക് മെഹ്തയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജന്മം കൊടുത്തിട്ടുണ്ട്. ജന്മ 7 ഏപ്രിൽ 1981 മധ്യപ്രദേശിലെ नौराजाबादिലാണ്. रचनाओं में सीधे सरल बिंबों का प्रयोग किया है. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം
അദ്ദേഹത്തിന്റെ രചനകൾ എഴുതിയിട്ടുള്ളത്. ഉപമ, ഉത്പ്രേക്ഷ ആദി അലങ്കാരവും കാ പ്രयोग है. അദ്ദേഹത്തിന്റെ രചനകളിൽ ഉപമയും അലങ്കാരങ്ങളും ഉത്പ്രേക്ഷകളും ഒക്കെ വളരെ നല്ല രീതിയിലുണ്ട്. സപ്നെ മേ ചാന്ദ് ചായ് ബഗാനോ കെ ആസ്പാസ് കി ദുനിയ പ്രമുഖ രചനായ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിവേക് മെഹ്തയെ കുറിച്ച് എഴുതാൻ പറയുന്ന സമയത്ത് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അതുപോലെ ആരെക്കുറിച്ചാണ് എഴുതാൻ തന്നിട്ടുള്ളത് അവരുടെ പേര് എന്തായാലും ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. വിവേക് മെഹ്ത का जन्म 7 अप्रैल 1981 में मध्य प्रदेश के नौराजाबाद में हुआ था. 1981 ഏപ്രിൽ 7-ാം തീയതി മധ്യപ്രദേശിലെ നൗറാസാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. उनकी रचनाओं में सीधे सरल बिंबों का प्रयोग किया है. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിംബങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപമ, ഉത്പ്രേക്ഷ ആദി അലങ്കാരവും का प्रयोग उसकी रचनाओं में किया है. ഉപമ, ഉത്പ്രേക്ഷ പോലുള്ള അലങ്കാരങ്ങളുടെ പ്രയോഗം അദ്ദേഹത്തിന്റെ രചനകളിലുണ്ട്. സപ്നെ മേ ചാന്ദ്, ചായ് ബഗാനോ കെ ആസ്മാൻ കി ദുനിയ ആദി ഉൻകി പ്രമുഖ രചനായ ഹെ. തന്നിട്ടുള്ള അദ്ദേഹത്തിന് 2 രചനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ രചനയാണെന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. തന്നിട്ടുള്ള പോയിന്റ്സ് വന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ. അലി के हाथ से ज़हरा के जूते खो गया, घर आकर वह अपने विचारों को एक डायरी में लिखा है, वो डायरी लिखे. നമ്മളോട് പറയുകയാണല്ലേ അലിയുടെ കയ്യിൽ നിന്ന് സഹറയുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അലി വീട്ടിലെത്തിയിട്ട് ഒരു ഡയറി എഴുതുകയാണ്. അപ്പൊ ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എങ്ങനെയാണ് മക്കളെ എഴുതുക? ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബോക്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ് ആൻഡ് ഡേ വളരെ കമ്പൽസറി ആണ്. ഓക്കെ, ഡേറ്റ് ആൻഡ് ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡേറ്റും ഡേയും എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കണം. നോക്കിക്കോളൂ. ആജ് മേ ബഹുത് ദുഃഖി ഹൂ. അപ്പൊ ഇന്നത്തെ കാര്യം അല്ലേ, അലി ഭയങ്കര ദുഃഖത്തിലാണ് ഉള്ളത് അല്ലേ. സഹറയുടെ ചെരുപ്പ് അവൻ്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നോക്കിക്കോളൂ. ആജ് മേ ബഹുത് ദുഃഖി ഹൂ. ഞാനിന്ന് വളരെ ദുഃഖത്തിലാണുള്ളത്. മേരെ ഹാത്ത് സേ സഹറാ കെ ജൂത്തെ കഹീ പർ ഖോ ഗയാ. എൻ്റെ കയ്യിൽ നിന്ന് സഹറയുടെ ജൂത്തെ അല്ലെ ചെരുപ്പ് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മേ ക്യാ കറൂ, ഞാൻ എന്ത് ചെയ്യും? യാ ജാൻകർ സഹറാക്കോ ബഹുത് ദുഃഖ് ആയേഗ. ഇത് ചിന്തിച്ചിട്ട് അല്ലെ, ഇത് അറിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്മേ അബ്ബു മുജെ ഢാട്ടേഗ. അമ്മയും അച്ഛനും എന്നെ ചീത്ത പറയുമായിരിക്കും. കോയി ബാത് നഹി, സാരമില്ലല്ലേ, പോട്ടെ, ഒരു കുഴപ്പമില്ല. മേ ജറൂർ ഇസ്കെ ബാരെ മേ സഹറാ സേ കഹൂ, സഹറ കോയി തർഗീം ബത്തലായേഗി. അപ്പോൾ അവളോട് പറയണം, എന്തായാലും അവളോട് പറയണം അല്ലേ, അവളെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അവളോട് പറയണം. ഇനി അവൾ എന്തെങ്കിലും അല്ലേ എന്തെങ്കിലുമൊക്കെ തരുവാണ്, എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കാം എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയറിയാണ്. അപ്പോൾ ഡയറി ചെയ്യുന്ന സമയത്ത് ബോക്സ് നിർബന്ധമായിട്ട് വരയ്ക്കണം. ഡേറ്റും ഡേയും എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ദിവസം ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു, ദുഃഖം നിറഞ്ഞ ദിവസമാണോ സന്തോഷം നിറഞ്ഞ ദിവസമാണോ. അപ്പോൾ ഇവിടെ മേ ബഹുത് ദുഃഖി ഹൂ എന്നുള്ളത് മേ ബഹുത് ഖുഷ് ഹൂ എന്ന് പറയാം അല്ലേ. സന്തോഷമാണ് ഇവിടെ ഖുഷ് എന്ന് കൊടുക്കാം, മേ ബഹുത് ഖുഷ് ഹൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഡയറി എഴുതാനും നിങ്ങൾക്ക് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഡയറി, വാർത്താലാപ്, അനൗൺസ്മെൻറ്റ് അല്ലേ, പോസ്റ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. അതുപോലെ ബോക്സ് വരച്ച് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ബോക്സ് വരച്ചിട്ട് തന്നെ എഴുതുക. അപ്പോൾ ഇതുപോലെ നല്ല ശ്രദ്ധിച്ച് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങുക. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എക്സാം നല്ല തകർത്ത് എഴുതുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.